കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ അന്തിമ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആക്ഷേപം. പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രതിഷേധവുമായി എത്തി. ജില്ലാ കളക്ടറെ കാണണമെന്നാവശ്യപ്പെട്ട് UDF നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാർ എത്തിയത്. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ ഏതാണ്ട് 25 ഡിവിഷനുകളിലെ 517 വോട്ടുകൾ കാണാനില്ലെന്ന പരാതിയുമായാണ് ഇപ്പോൾ പ്രദേശവാസികൾ കളക്ടറുടെ ചേംബറിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഏതാണ്ട് വിവിധ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള വോട്ടുകൾ ഇപ്പോൾ കാണാതെ ആകുന്ന സാഹചര്യമാണുള്ളത്. ഇവർ പ്രവാസികളാണ്, ഒപ്പം തന്നെ നാട്ടിലില്ല, മരിച്ചുപോയി എന്നുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നിഷേധിച്ചതെന്നുള്ള ആരോപണമായിട്ടാണ് എനിക്ക് നമ്മെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതായിരിക്കുകയാണ്. ഞങ്ങൾക്ക് വോട്ട് എന്തായാലും വേണം, ഇല്ലാണ്ടാർത്ത് ഞങ്ങൾ മരിക്കുന്ന വരെ ഞങ്ങൾക്ക് വോട്ട് വേണം. നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി ഞങ്ങൾ അറിയൂല. 24-ാം തീയതി വരെ ഞങ്ങൾക്ക് വോട്ടുണ്ട്. പിന്നെ എങ്ങോട്ടാ പോയത് ഞങ്ങൾക്ക് അറിയണം. അതാര് തള്ളിയതാണോ, എന്ത് കാരണത്താലാ ഒഴിവായത് ഞങ്ങൾക്ക് അറിയണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചെയ്താണോ? എല്ലാം നിയമസഭയിലും പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്ത് 70 വയസ്സായ ആൾക്കാർ, എൻ്റെയും ഭാര്യയുടെ മകളെയും വോട്ട് പോയിട്ടുണ്ട്. അത് ഈ ഡിവിഷൻ 17 80 ആൾക്കാർ, അതായത് ചുള്ളിയാടം മുക്കിൽ 80 ആൾക്കാരുടെ വോട്ട് പോയി. വേറെ ഏതോ ഭാഗത്ത് നിന്ന് 40ഓളം ആൾക്കാർ ഇവിടെ വോട്ട് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് ആർക്കും ഒരു പരിചയമില്ല. ഞങ്ങളെ വോട്ട് ഞങ്ങൾ തിരിച്ചു കിട്ടണം. ഞങ്ങൾക്ക് ഇന്നലെ ശനിയാഴ്ചയാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ലയെന്ന്. 40 വർഷമായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ലിസ്റ്റിലില്ല എന്ന് അറിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതാരോ തള്ളിച്ചതാണ്, വേറെ ഏതോ വാർഡിലേക്ക് കൊണ്ടുപോയിട്ടതാന്ന് മനസ്സിലായത്. ഡിലീറ്റ് ചെയ്ത ആൾക്കാരുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മളെല്ലാവരും വോട്ടർ പട്ടികയിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നേരം വെളുത്തപ്പോൾ ഞാനും എൻ്റെ കുടുംബവും അതുപോലെ അയൽ കുടുംബവും ഏത് വാർഡിലേക്കാണോ പോയത് എന്നറിയാൻ ഞങ്ങൾ പല വാർഡുകളും നോക്കി, ഒരു വാർഡിലും കാണുന്നില്ല. എന്റെ വോട്ട് എവിടെ എന്നുള്ള ചോദ്യമായാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഇതുപോലുള്ള പ്ലക്കാർഡ് ഉയർത്തി കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ചേംബറിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും കോൺഗ്രസിന്റെ പിന്തുണയുമടക്കം ഇവർക്കുണ്ട്. ഇതിനകത്ത് വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭ കുറെ കാലമായി ഭരിക്കുന്നത് UDF ആണ്. അത്തരത്തിലേക്ക് ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് കൂടി ഇപ്പോൾ UDF ആരോപണം ഉയർത്തിയിരിക്കുകയാണ്. ഈ വിഷയം ബന്ധപ്പെട്ട അടിയന്തരമായ ഇടപെടൽ ജില്ലയുടെ വരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ നേതൃത്വം നൽകി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രദേശവാസികളും കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും രാജേഷ് വെള്ളരിക്കുടിനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.